നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. വ്യാപാരികൾക്കെതിരെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്ന ദ്രോഹ നടപടികൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേളാരി യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തേഞ്ഞിപ്പലം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലെത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം മേലെ ചേളാരിയിലെ ദില്ലി ദർബാർ ഹോട്ടൽ വെള്ളം ടെസ്റ്റ് ചെയ്ത പേപ്പർ ഇല്ല, ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡില്ല, മറ്റു മതിയായ രേഖകളും ഒന്നുമില്ല എന്നാരോപിച്ച് അടച്ചുപൂട്ടിയിരുന്നു. ഇതിനെ തുടർന്നാണ് ആരോഗ്യവകുപ്പിനെതിരെ ഭാരവാഹികൾ രംഗത്തെത്തിയത്. പരിശോധനയുടെ പേരിൽ തേഞ്ഞിപ്പലം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്ത കൊടുക്കുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി വ്യാപാരികൾ രംഗത്തിറങ്ങേണ്ടി വരുമെന്നും അവർ പറഞ്ഞു. ചേളാരിയിലെ ഹോട്ടലിൽ നിന്നും 30 മീറ്ററുകൾക്കപ്പുറം ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സംസ്കരണ കേന്ദ്രത്തിലേക്ക് അയക്കുന്നതിനു വേണ്ടി ശേഖരിച്ചു വെച്ച സ്ഥലത്തു നിന്നും പകർത്തിയ വീഡിയോ ദുരുപയോഗം ചെയ്ത് ഹോട്ടലിനകത്ത് വൃത്തിഹീനമായ രീതിയിൽ മാലിന്യം കണ്ടെത്തിയെന്ന തരത്തിലായിരുന്നു ഹോട്ടലിനെതിരെയുള്ള പ്രചരണമെന്നും ഹോട്ടൽ പരിശോധിച്ച സമയത്ത് പഴകിയ ഭക്ഷണമോ മായം കലർത്തുന്ന മറ്റു പദാർത്ഥങ്ങളോ ലഭിച്ചിട്ടില്ലെന്നും പൊതുജനങ്ങൾക്കും മേലുദ്യോഗസ്ഥർക്കുമിടയിൽ തന്റെ സേവനം ഉയർത്തിക്കാട്ടുന്നതിനു വേണ്ടി തേഞ്ഞിപ്പലം ഹെൽത്ത് ഇൻസ്പെക്ടർ നടത്തിയ ആസൂത്രിത നീക്കമാണിതെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ഹോട്ടലിൽ നിന്നും ഹരിതകർമ്മസേന കൊണ്ടുപോകേണ്ട മാലിന്യങ്ങൾ ഏപ്രിൽ മാസം മുതൽ കൊണ്ടുപോകാത്തതിനെ തുടർന്ന് ജൂൺ 20 തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം കെട്ടിക്കിടന്ന മാലിന്യം ഉൾപ്പെടെ ആയുധമാക്കിയാണ് ആരോഗ്യവകുപ്പ് ഹോട്ടലിനെതിരെ നടപടി സ്വീകരിച്ചത്. ഹോട്ടലിലെ ജീവനക്കാർക്ക് ആവശ്യമായ ഹെൽത്ത് കാർഡും പഞ്ചായത്ത് ലൈസൻസും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും സാനിറ്ററി സർട്ടിഫിക്കറ്റും ഹോട്ടലിന് നിയമപരമായി വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റും മറ്റു എല്ലാ രേഖകളും ഉണ്ടായിരിക്കെ ഇതൊന്നും ഇല്ലെന്ന തരത്തിൽ പ്രചരണം നടത്തി സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്തതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കച്ചവടക്കാരുടെയും ലൈസൻസ് പഞ്ചായത്ത് സെക്രട്ടറി കൊടുക്കുന്നില്ല തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത്. അതിന് കാരണം അവർ ഒന്ന് പറഞ്ഞത് ബിൽഡിംഗ് ടാക്സ് അടക്കാത്തതിൻ്റെ പേരിൽ ലൈസൻസ് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഓണർ ബിൽഡിംഗ് ടാക്സ് അടക്കാത്ത കാരണം കൊണ്ട് ഒരു വ്യാപാരിൻ്റെ ലൈസൻസ് തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഓർഡറുണ്ട്. അപ്പോൾ അതൊക്കെ നിലനിൽക്കെ ഈ ഉദ്യോഗസ്ഥൻ്റെ ഒരു ധാർഷ്ട്യത്തിൻ്റെ പേരിൽ അദ്ദേഹം ലൈസൻസ് അനുവദിക്കുന്നില്ല. ഭാഗത്ത് നിന്ന് അടിക്കടി റെയ്ഡുകളും പരിശോധനകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങളതൊക്കെ അതിനൊന്നും യാതൊരു പ്രതിഷേധം ഞങ്ങൾക്കില്ല. പരിശോധിക്കുക, എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ട നടപടി എടുക്കുക. പക്ഷേ ഇവിടെ അന്യായമായിട്ട് എല്ലാ രേഖകളും ഉണ്ടായിട്ടും ആ കട എന്ന് പരിശോധിച്ചിട്ട് ആ മതിയായ രേഖകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് നടപടി എടുക്കുന്നതിനെതിരെ വ്യാപാരികൾ ശക്തമായ പ്രതിഷേധം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം അവിടുത്തെ ഭരണസമിതി ഈ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചേളാരി യൂണിറ്റിന് ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്ന് അവസരത്തിൽ പറയാം. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി ഷിഹാബ്, ട്രഷറർ MP സുനിൽകുമാർ, വൈസ് പ്രസിഡന്റുമാരായ K അബ്ദുറഹ്മാൻ, PK അസൈൻ, ബിൻസി സലാം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.